അപ്പൊ ആദ്യമായി ഖുർആനിലെ 36-ലെ 38-ാമത്തെ വചനം, സൂറത്ത് യാസീനിലെ 38-ാമത്തെ വചനം, വശംസു തജ്രീലി മുസ്തഖർ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അതായത് സൂര്യൻ അതിന് നിർണ്ണയിക്കപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, മുസ്തഖറിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഈ രീതിയിൽ പറയുന്നുണ്ട്. സൂര്യന്റെ സഞ്ചാരം, ചന്ദ്രന്റെ സഞ്ചാരം, ഇങ്ങനെയെല്ലാം ഖുർആൻ പലയിടത്തായിട്ട് പല ആവർത്തി അത് ഇങ്ങനെ നീങ്ങുന്നു, ഒഴുകുന്നു. അതിനെ ഇപ്പോൾ ഭ്രമണപഥം എന്നൊക്കെ വാക്ക് ചേർത്ത് മോഡേൺ ഇന്റർപ്രിട്ടേഷൻ നൽകാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പല 11ഓളം വചനങ്ങളിൽ സൂര്യന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അവിടെയെല്ലാം ചന്ദ്രനെ മറികടക്കുകയില്ല, ചന്ദ്രനുമായി ബന്ധപ്പെടുത്തി നമ്മൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ദിവസവും ഡെയിലി കാണുന്ന സൂര്യന്റെ സഞ്ചാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഭൂമി സഞ്ചരിക്കുന്നത് എടുത്ത് ഞാൻ പറഞ്ഞു, സ്പെസിഫിക് ആയി ഭൂമി ഇതുപോലെ സഞ്ചരിക്കുന്നു, നമുക്ക് എല്ലാവർക്കും ദിവസവും രാവും പകലും മാറി വരുന്നതിൽ ഭൂമി ഇതുപോലെ സഞ്ചരിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള ഒരു വചനം, ഇതുപോലെ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് എടുത്ത് എക്സാക്ട് പറഞ്ഞ പോലെ മനുഷ്യർക്ക് ഏറ്റവും അക്കൗണ്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു അറിവ് ഖുർആൻ പറയുന്നില്ല. അതുപോലെ തന്നെ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ന് അത് സൂര്യന്റെ സഞ്ചാരം ഇത് ഉദ്ദേശിച്ചത് 25 കോടി വർഷം കൊണ്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് മൊത്തത്തിൽ കൊണ്ട് ഗാലക്സിക്ക് ചുറ്റും, മിൽക്കി വേക്ക് ചുറ്റുമുള്ള സൂര്യന്റെ ആ ഒരു ഗാലക്ടിക് ഇയർ അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മോഡേൺ ഇന്റർപ്രിട്ടേഷൻ അതിനെ സയൻസുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി നോക്കുന്നവർ പറയുന്നത്. പക്ഷെ അതല്ല എന്ന് പ്രവാചകൻ തന്നെ അവർക്ക് മറുപടിയായിട്ട് പറയുന്ന ഹദീസുണ്ട്. അതായത് ഏറ്റവും പ്രബലമായിട്ടുള്ള ഹദീസാണ്. ഹദീസിന്റെ നമ്പർ എഴുതി വെച്ചിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്. ഞാനത് പിറകിലോട്ട് പോയാൽ പുറത്തോട്ട് പോകുന്നുള്ളതാണ്. അതായത് സൂര്യൻ ദിവസവും അതായത് അബൂദറിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. അപ്പൊ അള്ളാഹുവിനും പ്രവാചകനും മാത്രമേ അറിയൂ എന്ന് അബൂദർ പറയുന്നു. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ്, സൂര്യൻ അവന്റെ അർശിന് കീഴിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇതുപോലെ അർശിന് കീഴിലോട്ട് പോയി സുജൂദ് ചെയ്യുമെന്നും അങ്ങനെ പിറ്റേന്ന് ഉദിക്കാൻ അനുവാദം കൊടുക്കുമെന്നും അങ്ങനെ ഒരു നാൾ വരുമെന്നും അത് അന്ന് അനുവാദം കൊടുക്കില്ല എന്നും പടിഞ്ഞാറ് ഉദിക്കാൻ പറയും. അതാണ് പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുമെന്നുള്ളൊരു വിശ്വാസം അന്ത്യനാളാകുമ്പോൾ ഉണ്ടെന്ന് പറയും. അങ്ങനെ ഡെയിലി സൂര്യൻ ഇതുപോലെ അർശിന് കീഴിൽ പോയി വിശ്രമിക്കും. അതായത് സൂര്യൻ പോകുന്ന അസ്തമിക്കുമ്പോൾ സൂര്യൻ മൂവ് ചെയ്യുന്ന നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നതിനെ നോക്കിയിട്ടാണ് പ്രവാചകൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഡെയിലി സൂര്യൻ അള്ളാഹുവിന്റെ അർശിന് കീഴിൽ പോയി അനുവാദം വാങ്ങി വരികയാണെങ്കിൽ, നമുക്കിവിടെ സൂര്യൻ ഇല്ലാത്തപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സൂര്യൻ കാണാൻ പാടില്ല. അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയല്ല സൂര്യന്റെ സഞ്ചാരം. അപ്പൊ അത് ഗാലക്ടിക് ഇയർ അല്ല പ്രവാചകൻ ഉദ്ദേശിച്ചത് എന്ന് ഇതിന് വ്യക്തമാണ്. അപ്പൊ എന്താണ് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ കാണുന്നത്? മേലോട്ടാണോ? സൂര്യൻ പോകുന്നത് ആ മേലോട്ടാണോ? സൺസെറ്റ് സമയത്ത് സൂര്യനൊരു, അല്ലെങ്കിൽ എന്താ പറയാ, സൂര്യോദയ സമയത്ത് നിന്ന് മാറി പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ അസ്തമിക്കുന്നത് നമുക്ക് കാണാമല്ലോ. അല്ലെങ്കിൽ അതിന്റെ ഒരു അത് എവിടെയാ നമ്മൾ സഞ്ചാരം കാണുന്നത്? ഇവിടെയാണ് നമ്മൾ കാണുന്നത്. മേലോട്ട് പോകുന്നതാണോ നമ്മൾ കാണുന്നത്? അറിയാവുന്നില്ലേ? അല്ല, ഭൂമിയിൽ നോക്കുമ്പോൾ നമ്മൾ മേലോട്ട് പോകുന്നതാണോ? സൂര്യൻ മേലോട്ട് പോകുന്നതാണോ നമ്മൾ കാണുന്നത്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു സഞ്ചാരം ഉണ്ടല്ലോ സൂര്യന്റെയും ചന്ദ്രന്റെയും. അതെങ്ങോട്ടാണ്? മേലോട്ടാണോ? മേലോട്ടാണെന്ന് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. അത് ആകാശത്തേക്കാണോ? സൂര്യൻ ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ പോകുന്നതാണോ നമ്മൾ കാണുന്നത്? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് കൊണ്ടുള്ള നമ്മുടെ കണ്ണിന് തോന്നുന്ന ഒരു കാഴ്ചയാണത്. ശരിക്കും സൂര്യൻ ആയിക്കോട്ടെ. സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമ്മൾ ഉച്ചക്ക് സൂര്യൻ ഇങ്ങനെ നേരെ മുകളിൽ നിൽക്കുന്നു. പിന്നെ ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോ മേലോട്ട് പോകുന്നതാണോ നമ്മൾ കാണുന്നത്? ആ അങ്ങനെ തന്നെ ഒന്ന് പറയാം. അതോ ഇതിപ്പോ താഴ്ന്നു എന്താണ് പോകുന്നതാണോ നമ്മൾ കാണുന്നത്? താഴ്ന്നു പോകുന്നത് അർഷിനിലോട്ട് താഴ്ന്നു പോകുന്നതാണെന്നാണോ പറയുന്നത് ഡെയിലി? ചോദ്യത്തിന് മറുപടി പറയൂ. ഏതാണ് നമ്മൾ കാണുന്നത്? താഴോട്ട് പോകുന്നതാണോ മേലോട്ട് പോകുന്നതാണോ? നമ്മളെന്താണ് എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നിങ്ങളോടൊക്കെ പറയാ. ഷഫീഖ്, ചോദ്യം എന്താണെന്ന് വെച്ചാല് താങ്കൾ പറഞ്ഞ നമ്മളിങ്ങനെ അവിടുന്ന് ആ സമയത്ത് മുഹമ്മദ് നബി ഇങ്ങനെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ ഷാനു ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, എന്താ നമ്മൾ കാണുന്നത്? ഓക്കെ, നമ്മൾ ഇപ്പോഴത്തെ ശാസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്താ ശരിക്കും നമ്മൾ കാണുന്നത്? ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ മേലോട്ട് പോകുന്നതാണോ, അതല്ല താഴോട്ട് പോകുന്ന, എന്താ നമ്മൾ ശരിക്കും കാണുന്നത്? അതാ ചോദിക്കുന്നത്. അത് നമ്മുടെ പെർസ്പെക്റ്റീവിലുള്ള കാഴ്ചയല്ലേ. അതായത് ആ പെർസ്പെക്റ്റീവിലുള്ള കാഴ്ച എന്താണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ. നിങ്ങൾ പറഞ്ഞ സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് താഴ്ന്നു പോകുന്നതായിട്ട് തോന്നുന്നു. അതിനെന്താണ്? താഴ്ന്നു പോകുന്നതായിട്ടാണ് തോന്നുന്നത്. മേലോട്ട് പോകുന്നതല്ല. ഇസ്ലാമിക വിശ്വാസപ്രകാരം അർശ് എവിടെയുള്ളത്? അർഷ് ഏഴാൻ ആകാശത്ത് അള്ളാഹുവിന്റെ സിംഹാസനം.
ഓക്കെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കണ്ടിട്ട് തെറ്റി പറഞ്ഞതാണെങ്കിൽ എന്തായിരുന്നു കാണേണ്ടിയിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ മേലോട്ട് സൂര്യൻ ഇങ്ങനെ പോകുന്നതായിരുന്നല്ലേ കാണുന്നുണ്ടത്? അർഷിന് കീഴിലല്ലേ ഭൂമിയും എല്ലാം. ആയിക്കോട്ടെ. അങ്ങനെയാണല്ലോ. അതിപ്പോ ഇവിടെ ആവുമ്പളും ആ കീഴിലാണല്ലോ. സൂര്യൻ അർശിന്റെ അങ്ങോട്ട് അടിയിലേക്ക് പോയി പോവുകയാണ്. എന്നല്ലേ പറയുന്നത്? സൂര്യൻ അർഷിന് കീഴിലോട്ട് പോകുന്നു എന്നല്ലേ പറയുന്നത്. അതായത് അതെ. ഏഴാം ആകാശത്തിന് അർശിന്റെ കീഴിലല്ലല്ലോ. എന്തൊക്കെയാണ് പറയുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷനിലുള്ള മണ്ടത്തരാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് സൂര്യൻ നിങ്ങൾ ഡെയിലി പോയി പറയുന്നത് നബി റെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി മുസ്തഖർ എന്ന് വസല്ലമ വെച്ചാൽ ഓക്കെ, ഏഹ് മുസ്തഖർ എന്ന് വെച്ചാൽ വിശ്രമ സ്ഥാനമാണ്. അങ്ങനെ സൂര്യൻ വിശ്രമിക്കുന്നുണ്ടോ? വെയിറ്റ് ചെയ്യ്. വിശ്രമത്തിലേക്ക് പോരാം. നമ്മൾ ചോദിച്ചത് ഈ പറയുന്ന സൂര്യൻ ഇത് ഈ ഹദീസാണല്ലോ നിങ്ങൾ ഉദ്ധരിച്ചത്. ഈ ഹദീസിൽ പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പോകുന്നത് അർഷിന്റെ അടിയിലേക്കാണെന്ന്. ഉം. ഇസ്ലാമിക വീക്ഷണപ്രകാരം അർഷ് എടുക്കുന്നത് ഏനാകാശത്ത് മുകളിലാണ്. അപ്പൊ സൂര്യൻ ആക്ച്വലി പോകേണ്ടത് മേലോട്ടാണ്. പക്ഷെ പോകുന്നത് താഴെയായാലും അർഷിൽ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അർഷിന്റെ അടിയിൽ തന്നെയല്ലേ? അത് അർഷിന്റെ അടിയിൽ പോകുന്നതാണ് എന്ന് അത് അത് എല്ലാ ജീവികളും വണങ്ങും പോലെ അത് അതിന്റെ ഒരു സാഷ്ടാംഗം കാണിക്കാൻ വേണ്ടി അത് അർഷിനടിയിൽ പോയി വിശ്രമിക്കുകയാണെന്ന് പറയുന്നു. അതിനെന്താണ് അതെ. നമ്മള് ഓൾറെഡി ഭൂമി അർഷിന്റെ അടിയിലല്ല, ഉച്ചക്ക് അർഷിന്റെ അടിയിലല്ല ഉള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഉച്ചക്ക് അർഷിന്റെ അടിയിലാണുള്ളത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ച വീക്ഷണത്തിലാണ് ഈ എന്താണ് ഏഴാനാകാശം അത്രയും വലുതായിട്ട് തോന്നുന്നത്. അതായത് മുഹമ്മദ് നബി അതെ ഷെഫീഖെ, പ്രപഞ്ച ഈ ചോദ്യം ചോദിക്കുന്നത് എന്താണെന്ന് അറിയാം. നിങ്ങൾ പറഞ്ഞത് വെച്ചാല് നിങ്ങളെ വളരെ സിമ്പിൾ ആണ്. അതായത് നിങ്ങൾ പറഞ്ഞത് വെച്ചാല് മുഹമ്മദ് നബി ആ സമയത്തുള്ള ആ കാലഘട്ടത്തിലുള്ള ഒരു അറിവ്, ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നു, ഇങ്ങനെ മേലെ പോയി താഴേക്ക് ഇങ്ങനെ പോകുന്ന കാണുന്നു. ഇതാണ് അവർ കാണുന്ന. ആ കണ്ടത് വെച്ചിട്ട് നബി എന്തൊക്കെയാ പറഞ്ഞതാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രിമൈസ്. അങ്ങനെയാണെങ്കിൽ അർഷിന്റെ താഴേക്ക് പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ അർഷ് ഏഴാൻ ആകാശത്ത് അന്നത്തെ കാലഘട്ടത്തിൽ അറിവിൽ ഈ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ താഴോട്ടും മേലോട്ടും എല്ലാം അർഷിന്റെ പിന്നെ ഏഴാൻ ആകാശം അങ്ങനെ ഒരു പിന്നെ ഇന്റർപ്രിട്ടേഷൻ ഇല്ലല്ലോ. അത് നമ്മുടെ ഇന്നത്തെ അറിവല്ലേ. നിങ്ങൾ പിന്നെ ഖുർആനിൽ ഇന്നത്തെ കൂടി ഉണ്ടെന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വരരുത്. നിങ്ങൾ പറയുന്നത് വെച്ചാൽ അന്നത്തെ കാലത്ത് നബിക്ക് കണ്ടത് തോന്നിയത് പറഞ്ഞു, ഇതാണ് ഖുർആൻ എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. അങ്ങനെ ആയിരുന്നെങ്കിൽ ആകാശത്തേക്ക് മേലോട്ട് പോയി അങ്ങനെ ഏഴാൻ ആകാശം കഴിഞ്ഞിട്ടാണ് അർശ്. പിന്നെ മേലോട്ടേക്കല്ലേ പോകുന്ന കാണേണ്ടത്, അങ്ങനെയല്ലേ വിശദീകരിക്കേണ്ടിയിരുന്നു. പറയട്ടെ എനിക്ക് പറയാം. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അബൂദറോട് ചോദിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് അസ്തമിച്ചു. സൂര്യനെ പിന്നീട് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് പോകുന്നത് എന്നൊരു സാധാരണയായിട്ട് ചോദ്യം വരും. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പ്രവാചകൻ പറഞ്ഞത് എന്താണ്, സൂര്യൻ ഇപ്പോൾ അള്ളാഹുവിന്റെ അർശിന് കീഴിൽ വിശ്രമിക്കുകയാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരും. അപ്പൊ പിറ്റേന്ന് അനുവാദം കൊടുക്കുകയാണ്. അപ്പൊ വിശ്രമം കഴിഞ്ഞിട്ട് അവിടുന്ന് ആ അർശിന് കീഴിൽ നിന്ന് വരുമ്പോൾ, ഏതൊരു രാജാവിന്റെ ഒരു വലിയ പീഠം പോലുള്ള അതിന് കീഴിൽ നിന്ന് വരുമ്പോൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പിന്നീട് ഡെയിലി വരുന്നു, പിന്നെയും പോയി വിശ്രമിക്കുന്നു. അങ്ങനെ സൂര്യൻ വിശ്രമിക്കുന്നു. തെറ്റാണ് കേട്ടോ, ഇത് തെറ്റാണ്. കാരണം എന്താ പറയുക, ഷെഫീഖിന്റെ കാര്യം ചോദിക്കട്ടെ. ഇതില് ടേംസ് ഉണ്ട്, ഷെഫീഖ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എന്തൊരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം കൂടി സയൻസിലെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതല്ല, അങ്ങനെയല്ല മുസ്ലിങ്ങൾ ചെയ്യാറുള്ളത്. അതിന് പക്ഷെ ടേംസ് നോക്കുക. അർഷ് എന്ന ടേം അത് സയന്റിഫിക് ആയിട്ടുള്ള ടേം ആണോ? അർഷ് ആണോ? അതാണ് ഞാൻ പറഞ്ഞത്. 6-ാം നൂറ്റാണ്ടിൽ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റിയ ഒരു സിംഹാസനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ ഒരു സൂര്യൻ പോകുന്ന നോക്കിയിട്ട് ഇത് ഇങ്ങനെ പോകുന്നു, ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള സംഭവമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെങ്കിൽ അവിടെ ഉപയോഗിച്ച ടേംസുകൾ മുഴുവനും നമ്മൾ ആ സമയത്തുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് സയന്റിഫിക് റിസർച്ച് ഒക്കെ ആ കാലഘട്ടങ്ങളുണ്ടല്ലോ പലതും, നിങ്ങൾ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ആ ഒരു സംഭവത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടേം ഉപയോഗിക്കണമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചൊരു വാക്ക് എന്ന് പറയുന്നത് അർശിന്റെ തണൽ നേടാൻ പോകുന്നു പറയുന്നത്. അപ്പൊ ഈ അർശ് എന്ന വാക്ക് അത് സയന്റിഫിക്കൽ ആയിട്ട് നമ്മൾ ഫിസിക്കൽ ഈ യൂണിവേഴ്സിന്റെ അകത്തുള്ള ഒരു കാര്യമായിട്ടാണോ മുസ്ലിം വിശ്വസിക്കുന്നത്, ആണോ അല്ലയോ? അർശിന്റെ വിശ്വാസം മുസ്ലിങ്ങൾക്ക് എന്താണ്? ഫിസിക്കൽ വേൾഡിനകത്തുള്ളതാണെന്നാണോ? അത് മെറ്റാഫിസിക്സ് ആക്കി പറയാം. നമുക്ക് അതിൽ പിന്നെ ഒന്നും പറയാൻ അല്ല, നമുക്ക് ഫിസിക്സ് ആക്കി പറയാം. പക്ഷെ ഫിസിക്സ് ആക്കി ഫിസിക്സ് ആയി ഉദ്ദേശിച്ച് പറഞ്ഞതാന്ന് പറയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അയാൻ ആകാശത്താണ് ഇസ്ലാമിക വിശ്വാസ പ്രകാരം അർശ് കിടപ്പുള്ളത്. അപ്പൊ പിന്നെ ഈ സൈഡിലോട്ട് താഴോട്ട് പോകുമ്പോൾ അർശിൽ നിന്ന് വിട്ടുപോകുന്നു എന്നാണ് പറയേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അത് കാണില്ല. അതിപ്പോ എവിടെയാണ്? അർശിന് കീഴിൽ പോയി വിശ്രമിക്കുകയാണ്. അപ്പൊ നമുക്ക് അത് വിശ്രമ സ്ഥാനത്താണ്. അർശ് മുകളിലോട്ടല്ല, അർശ് മുകളിലുള്ളത്, ഇത് പോയത് താഴോട്ടല്ലേ. മാത്രമല്ല ഉദിക്കുമ്പോ താഴ്ന്നാ വരുന്നത്. അതും ശരിയാവില്ല. ഫിസിക്കലി എല്ലാം ഈ ഫുൾ ആകാശം ഉണ്ടല്ലോ,
ഈ ഫുൾ ആകാശത്തിന്റെ മുകളിലാണല്ലോ അർഷുള്ളത്. അപ്പൊ അത് ഫുൾ ടൈം അർഷിന്റെ താഴത്തു കൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഈ ഫിസിക്കൽ സയൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ മുഴുവൻ ആകാശം എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടല്ലോ, അതാണല്ലോ നിങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ അന്ന് ഒന്നും അറിയില്ല, ഫുൾ ഒരു മേൽക്കൂരയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ അങ്ങനെയാണെന്ന് വിചാരിച്ചു. നോർമൽ ലെയർ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ താഴത്തു കൂടെയാണ് സൂര്യൻ ഫുൾ ടൈം സഞ്ചരിക്കുന്നത്. വർഷന്റെ താഴത്തു കൂടെ തന്നെ ഫുൾ ടൈം സഞ്ചരിക്കുന്നത്. ഇതൊരു നിങ്ങൾ മനസ്സിലാക്കിയ സിമ്പിൾ സയൻസിൽ മൊത്തത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അന്ന് പോലും പറയാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ആണത്. ഏത് ഇപ്പൊ നിങ്ങൾ അന്നത്തെ ഒരു നിരീക്ഷണത്തിന്റെ പേരിൽ അന്ന് തോന്നിയത് പറഞ്ഞതാണ് പറഞ്ഞത്. അന്നും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചുവെങ്കിൽ അന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല. ഡെയിലി പോയി സൂര്യൻ അല്ല. വിശ്രമിക്കുന്നതാണ്. അല്ല, ഡെയിലി എങ്ങനെ പോകുന്നത്? വരുന്നതും പോകുന്നതും മുകളിലേക്ക് എത്തുമ്പോഴും ഒക്കെ എവിടെയാണ് അർഷിന്റെ താഴത്തുള്ളത്? അതിന്റെ ഒക്കെ മുകളിലാണ് ഏതാണ് അർഷ്. ഏതാണ് വിശ്രമസ്ഥാനം ഡെയിലി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിശ്രമസ്ഥാനം? അതാണ് സഹോദര പറയുന്നതേ. നിങ്ങൾ മനസ്സിലാക്കുന്ന ഇപ്പോൾ നോക്കിക്കാണുന്ന ഇപ്പൊ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിന്റെ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഹദീസിൽ പറയുന്നത്. ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിംപ്ലി അന്നത്തെ രീതിയിലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. കാരണം ഫുൾ ടൈം അർഷന്റെ താഴത്തു കൂടെ ഇത് പോകുന്നത്. നിങ്ങൾ നോക്കിക്കാണുന്ന വ്യൂ, ആ വ്യൂ തെറ്റാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഷഫീഖ് മനസ്സിലായ എക്സ്പ്ലനേഷൻ തെറ്റാന്ന് മനസ്സിലായോ? കാരണം ഞങ്ങളുടെ പറഞ്ഞു വരുന്നത് അതാ, നിങ്ങൾ അവിടെ അർശ് എന്ന വാക്കുണ്ട്, അതിനകത്ത് സുജൂദ് ഉണ്ട്. സുജൂദ് ഒന്നും സയന്റിഫിക് ആയിട്ടുള്ള സംഭവമല്ല. സൂര്യനും ചന്ദ്രനും സകല വസ്തുക്കളും അള്ളാഹ് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സയന്റിഫിക് ഒരു ഡിവൈസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ അർശന് തടല നേടാൻ വേണ്ടിയിട്ടാണ് സകല വസ്തുക്കൾ സഞ്ചരിക്കുന്നത്. അത് സൂര്യനായിക്കോട്ടെ ചന്ദ്രനായിക്കോട്ടെ. അപ്പൊ ഞാൻ അടക്കമുള്ളത്, ഞാന് നാളെ മഹ്ശറയില് അള്ളാഹുവിന്റെ അർശന് തടൽ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതിനർത്ഥം വരുന്നത്, ഈ ഒരു യാത്രയെ കുറിച്ച് പറയുമ്പോൾ എന്നാൽ സൂര്യന് യാത്ര ചെയ്യുന്നത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള സൂര്യന്റെ ഒരു യാത്രയാണ് ഉദ്ദേശിച്ചതെന്നല്ല. അങ്ങനെയാണ് അർശ് വാക്ക് ഉപയോഗിക്കില്ല, അവിടെ സുജൂദ് എന്ന വാക്ക് ഉപയോഗിക്കില്ല. സുജൂദ് ഒരിക്കലും സയന്റിഫിക് അല്ലല്ലോ. സുജൂദ് എങ്ങനെ ചെക്ക് ചെയ്യാൻ സുജൂദ് ചെയ്യുന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് കോൺസ്റ്റന്റ് കൊണ്ടുവരാൻ പറ്റുമല്ലോ. പിന്നെ ഷഫീഖ്, ഇതില് മൊത്തത്തില് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ ക്രിസ്പായിട്ടൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ അർഷിലേക്ക് അർഷുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് പിന്നെ ആക്സസിബിൾ അല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഫിസിക്കലി മനസ്സിലാവാത്ത പിന്നെ എന്താ മലക്കുകൾ, അല്ലെങ്കിൽ ജിന്നുകൾ, അല്ലെങ്കിൽ പിന്നെ അള്ളാഹ്, പിന്നെ അങ്ങനെ പിന്നെ നമ്മുടെ ഒരു ഭൗതികമായ നമ്മുടെ നിരീക്ഷണത്തിന് അപ്പുറത്തുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മെറ്റാഫിസിക്കലായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ കൃത്യമായി എന്താണ് ഒരു കാര്യത്തിന്റെ ഫിസിക്കൽ എക്സ്പ്ലനേഷനെ കുറിച്ച് പറഞ്ഞത്, എന്താണ് മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻ പറഞ്ഞത് എന്നുള്ള ആ ഒരു വേർതിരിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അവിടെയാണ് അർശിനെ സുജൂദ് ചെയ്യുക. ഇപ്പം ഇതൊന്നും വേണമെന്നില്ലല്ലോ. ഉദാഹരണത്തിന് എല്ലാ വസ്തുക്കളും, അതായത് മനുഷ്യന് ജിന്നുകളല്ലാത്ത മറ്റെല്ലാവരും പടച്ചോന് സുജൂദ് ചെയ്യുന്നു. ഇപ്പൊ ഈവൻ പ്ലാന്റ്സ് പോലും പടച്ചോന് സുജൂദ് ചെയ്യുന്നു, അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ പടച്ചോന് സുജൂദ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ പടച്ചോന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് പോലെ കയ്യും പിന്നെ മുഖമൊക്കെ താഴെ പിന്നെ അമർത്തി നിലത്തേക്ക് അമർത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ഫിസിക്കലായ ഒരു സുജൂദ് എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെ ആരെങ്കിലും ഒരു ബേസിക് മിനിമം കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും മനസ്സിലാക്കും? ഇല്ല. അതൊരു മെറ്റാഫിസിക്കലായ ഒരു എക്സ്പ്ലനേഷൻ ആണ് അവിടെ പറയുന്നത്. നമ്മൾ ഫിസിക്കലി നടക്കുന്ന ഒരു സുജൂദിനെ കുറിച്ചല്ല എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവും. അവിടെയാണ് ഈ സൂര്യൻ അർശിന്റെ താഴേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ നിലക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ, അതൊരിക്കലും ഒരു ഫിസിക്കലി ഉള്ള ഒരു യാത്രയായിട്ടല്ല അത് അവിടെ പറയുന്നതും അങ്ങനെയല്ല മനസ്സിലാക്കുന്നതും. അതൊരു മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. അതെങ്ങനെ നമ്മുടെ പരിധിക്കപ്പുറത്തുള്ള ഒരു കാര്യമാണത്. നമ്മൾക്ക് അറിയാവുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു മെറ്റാഫിസിക്കലായ ഒരു രൂപത്തിലുള്ള ഒരു കാര്യമാണ്. വേറെ ഏതോ ഒരു ഡയമെൻഷനിൽ സംഭവിക്കുന്നതായിരിക്കാം എന്നുള്ളതല്ലാതെ ഫിസിക്കലി അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതല്ല അവിടെ വരുന്നത്. അപ്പം താങ്കൾ ഇവിടെ പറയാൻ ശ്രമിച്ച, അതാണ് ഞാൻ ഷാനും ആവർത്തിച്ച് ചോദിച്ച കാര്യം അതാണ്. താങ്കൾ പറയാൻ ശ്രമിച്ചത് മുഹമ്മദ് നബി അന്നത്തെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു അറിവ് വെച്ചിട്ട്, അന്ന് കാണുന്നത് വെച്ചിട്ട് ഖുർആനിൽ എന്തൊക്കെയോ പറഞ്ഞു. ഇതാണ് താങ്കളുടെ ഒരു ബേസിക് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇതിങ്ങനെ ആയിരുന്നില്ല വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും നേരെ തിരിച്ചായിരുന്നു വരേണ്ടത്. അതായത് സൂര്യൻ ഇങ്ങനെ പിന്നെ ഉദിച്ചിട്ട് നേരെ അർശിന്റെ അടുത്തേക്ക് പോകുന്നു, എന്നിട്ട് തിരിച്ച് താഴേക്ക് വരുന്നു എന്നായിരുന്നു വേണ്ടത്. നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവം. അതായത് പിന്നെ അസ്തമിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് താഴോട്ട് പോകുന്ന കാണുന്നത്, അല്ല മേലോട്ട് പോകുന്നതല്ല. അപ്പൊ അങ്ങനെ കണ്ടത് വെച്ചിട്ട് തോന്നിയതുപോലെ പറഞ്ഞു, അല്ലെങ്കിൽ തോന്നുന്ന അന്നത്തെ ഒരു അറിവിന്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് പറഞ്ഞു എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഇവിടെ വർക്കാവില്ല. പിന്നെ ഷഫീഖിനോട് പൊതുവെ ഒരു പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കാം എന്നുള്ള ഒരു അസംഷനിൽ പറയാണ് ഖുർആനിന്റെ പിന്നെ ആയത്തുകളെ
നമ്മൾ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആൻ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള ആളുകൾക്കുള്ള മാർഗദർശനമാണ്. ഇതൊരു സയൻസ് ബുക്ക് അല്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. കുറെ സയൻസ് പഠിപ്പിക്കാനുള്ളതല്ല വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ആയത്തുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പ്ലനേഷൻസോ. അതിന് മൾട്ടി ലെയേർഡ് ആയ മീനിങ്സ് ഉണ്ടാവും. എല്ലാ കാലഘട്ടത്തിന്റെയും ജ്ഞാന പരിസരത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും വിശുദ്ധ ഖുർആൻ. അത് ശരിക്കും വിശുദ്ധ ഖുർആനിന്റെ ഒരു ദൈവികതക്കുള്ള തെളിവ് കൂടിയാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ നമുക്ക് പിന്നെ പ്രപഞ്ചത്തെ കുറിച്ച് ഫിസിക്കലായ എക്സ്പ്ലനേഷൻസ് കുറവാണ്. അന്നും അവർക്ക് സൂര്യൻ പിന്നെ ചലിക്കുന്നു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴും അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം വിശുദ്ധ ഖുർആനിലില്ല. ഇന്ന് ഏറ്റവും പിന്നെ കൃത്യമായി വിശുദ്ധ പിന്നെ ഈ പറഞ്ഞ പ്രപഞ്ചത്തെ കുറിച്ച് ഫിസിക്കലായ എക്സ്പ്ലനേഷൻസ് ഒരുപാടുള്ള നമ്മൾക്കും പിന്നെ ഒരു തെറ്റാണ്, ഫാക്ച്വലി തെറ്റാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആനിലില്ല. അത് വിശുദ്ധ ഖുർആന്റെ ഒരു ദൈവികതയാണ്. വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും സൂര്യന്റെ പിന്നെ ഭൗമികമായ പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചലനത്തെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവുകൾ പഠിപ്പിക്കാൻ ഇറങ്ങിയ ഗ്രന്ഥമല്ല. പക്ഷെ എന്നിട്ട് പോലും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം തെറ്റാവുന്നില്ല. അത് അന്നത്തെ കാലത്തും കുഴപ്പമില്ല, ഇന്നത്തെ കാലത്തും ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പദപ്രയോഗങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം പിന്നെ മനസ്സിലാക്കാണ് സൂര്യൻ ഒരു സ്റ്റാറ്റിക് ആയ വസ്തുവാണ്, സൂര്യൻ ചലിക്കാതെ നിൽക്കുന്ന ഒരു വസ്തുവാണെന്ന് മനസ്സിലാക്കാൻ. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയാണ് സൂര്യൻ ഫിസിക്കലി ചലിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് പറയാം എന്ത്, അന്നത്തെ കാലത്ത് പിന്നെ ഈ ഭൂമി കറങ്ങുന്ന കണ്ടിട്ട് പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ തെറ്റിയില്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ നോക്കുക, ഇപ്പൊ നമ്മള് പ്രപഞ്ചത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴും സൂര്യന്റെ ചലനം എന്നുള്ളത് ഉള്ള കാര്യമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അവർക്കത് മനസ്സിലാവുമായിരുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാവുമായിരുന്നു. എന്ന് വെച്ചാൽ ഏത് ജ്ഞാന പരിസരത്തുള്ളവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാ കാലത്തേക്കുമുള്ള എന്നാൽ അബദ്ധങ്ങളില്ലാത്ത ഗ്രന്ഥം ഇതാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇത് സൂര്യന്റെ ചലനത്തെ കുറിച്ചൊക്കെ ഉള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാ കാലഘട്ടത്തിന്റെ ജ്ഞാന പരിസരത്തുള്ളവർക്കും ഉൾക്കൊള്ളാൻ പറ്റും. എന്നാൽ അതേ സമയത്ത് അന്നത്തെ ജ്ഞാന പരിസരത്ത് നിന്ന് സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സ് വിശുദ്ധ ഖുർആനിൽ ഇല്ലതാനും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമ്മളെ മറ്റ് മുൻധാരണകളൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിന്റെ ഒരു ദൈവികത മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷഫീഖ്. ആ ഒരു നമ്മൾ പല പിന്നെ പേഴ്സ്പെക്റ്റീവ് കിട്ടിയ പല ചർച്ചകളിലൂടെയൊക്കെ ആണല്ലോ. ഈ ചർച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു ആംഗിളിലൂടെ ഷഫീഖ് ഒന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. ഖുർആനിന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ വിശദീകരിച്ച കാര്യങ്ങൾ ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു ഇൻസൈറ്റ്സ് കിട്ടും എന്നാണ് പൊതുവായിട്ട് പറയാനുള്ളത്.